പൈശാചിക ചതിയിൽ നിന്നും കനാനായ സമുദായം വിടുതൽ പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ കഴിയുന്ന കനാനായ മക്കളെ, പ്രാർത്ഥനയിൽ തന്നെ അഭയപ്പെട്ടുകൊള്ളുക. അതെ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം നമുക്ക് ദൈവത്തിൻ്റെ ചിറകുകളുടെ മറവിൽ അഭയം പ്രാപിക്കാം. ആശ്വാസപ്രദനായ പരിശുദ്ധ റൂഹായുടെ കടാക്ഷം നമ്മുടെ ദേവാലയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. ക്ലീമിസ് തിരുമേനിയുടെ ഇടവകയായ റാന്നി വലിയ പള്ളിയും പുണ്യശ്ലോകനായ പിതാവ് കവറടങ്ങിയിരിക്കുന്ന ചിങ്ങവനം ദേറാപ്പള്ളിയും മാമ്പഴക്കേരി തുടങ്ങിയ മറ്റ് പല പള്ളികളും അന്ത്യോക്യ സിംഹാസനത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഭരണസമിതിയെ തെരഞ്ഞെടുത്തു. ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദേവാലയങ്ങളിൽ സത്യവിശ്വാസികളായ ദൈവജനം അന്ത്യോക്യ സിംഹാസനത്തെ സ്നേഹിക്കുന്ന ഭരണസമിതിയെ തെരഞ്ഞെടുക്കണം. നമ്മുടെ പിതാക്കന്മാരായ ഗീവർഗീസ് മാർ സേവേറിയോസ് തിരുമേനിയും എബ്രഹാം മാർ ക്ലീമിസ് വലിയ മെത്രാപ്പോലീത്തായും നമ്മെ പഠിപ്പിച്ചതുപോലെ അന്ത്യോക്യ സിംഹാസനത്തെ മറന്നുകളയാതെ ഇടനെഞ്ചിൽ സൂക്ഷിച്ചുകൊള്ളുക. പത്രോസ് എന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ട ആ സഭയാണ് നമ്മളുടെ അമ്മ. സെക്രട്ടറി EM ഫിലിപ്പ് ആകുവാൻ വെമ്പൽ കൊള്ളുകയാണ്. മെത്രാച്ചന് മുകളിലാകാനാണ് താല്പര്യം. അതിന് ഒരു SKSകാരനെ കൊണ്ട് EM ഫിലിപ്പ് എഴുതിയ 2 കത്തുകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് 1883 മീനം 7-ാം തീയതി കനാനായ പള്ളികളുടെ മേൽ നോട്ടം വഹിക്കുന്ന കോട്ടയം ഭദ്രാസനത്തിൻ്റെ ദീവന്യാസ്യോസ് തിരുമേനിക്ക് എഴുതിയ ലെറ്റർ നമ്പർ 18 വിഷയം താഴത്ത് മത്തായി കശീശായും പാണവിലാക്കൽ ഗീവർഗീസ് കശീശായും തമ്മിലുള്ള അപകീർത്തി കേസിൽ ഇടപെടണം. രണ്ടാമത് ലെറ്റർ നമ്പർ 39 1883 മിഥുനം 20-ാം തീയതി കല്ലിശ്ശേരി പള്ളി വികാരി തോമാ കത്തനാർക്ക് എഴുതിയത്. വിവാഹിതയായ ഇടവകയിലെ ഒരു പെൺകുട്ടിയെ ഭർത്തൃ വീട്ടിൽ കൊണ്ടുപോകാതെ ഇരിക്കുന്നു. വികാരിയച്ഛൻ ഇടപെടണം എന്ന് കത്തിലെ ഉള്ളടക്കം. ഇവ രണ്ടും കൽപ്പനകളല്ല, എഴുത്തുകളാണ്. കനാനായ കമ്മിറ്റി നിലവിൽ വന്നത് 1882 കനാനായ സമുദായത്തിൻ്റെ ഭദ്രാസനവും അതിൽ മെത്രാപ്പോലീത്തായും സാക്ഷാത്കരിക്കപ്പെട്ടത് 1910 മാത്രം, അതായത് 28 വർഷങ്ങൾക്ക് ശേഷം. ആ കാലയളവിലുള്ള എഴുത്തുകുത്തുകൾ നടത്തിയത് കമ്മിറ്റിയുടെ ഭാരവാഹിയായ EM ഫിലിപ്പാണ്. വൈദികർ തമ്മിലുള്ള വിഷയം അവസാനിപ്പിക്കുവാൻ മെത്രാപ്പോലീത്തായോട് ആവശ്യപ്പെടുന്നു. കുടുംബ വഴക്കിൽ ഇടപെടാൻ വികാരിയോട് ആവശ്യപ്പെടുന്നു. സെക്രട്ടറിക്ക് ഇതൊക്കെ കാണുമ്പോൾ EM ഫിലിപ്പാകാൻ അങ്ങ് മോഹം. നാം ഇസ്രായേൽ പൗരന്മാരായി ജനിച്ചവരാണെന്നും അന്ത്യോക്യയിലെ ശ്ലൈഹിക സിംഹാസനമാണ് നമ്മുടെ അമ്മയെന്നും കഴിഞ്ഞ ആഴ്ചയിൽ നാം കണ്ടു. ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന മറ്റൊരു വിശേഷണം റോമാലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധ സഭ രൂപം കൊണ്ടത് യഹൂദ ക്രിസ്ത്യാനികളെ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഈ സഭയെ ഒരു വൃക്ഷത്തോടാണ് അപ്പോസ്തലൻ ഉപമിച്ചിരിക്കുന്നത്. കാലക്രമത്തിൽ ദൈവഹിതം പത്രോസ് ശ്ലീഹായ്ക്ക് വെളിപ്പെട്ടു. വിജാതികളെയും സഭയോട് ചേർത്ത് തുടങ്ങി. സഭയോട് ചേർക്കപ്പെട്ട കൊർന്നേലിയോസും കൂട്ടരുമാണ് ആദ്യ വിജാതീയ ക്രിസ്ത്യാനികൾ. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം. സ്വജാതീയരായ യഹൂദ ക്രിസ്ത്യാനികൾ എന്ന മരത്തോട് ചേർത്ത് ഒട്ടിക്കപ്പെട്ടവരാണ് വിജാതീയ ക്രിസ്ത്യാനികൾ. AD 345 ഉറഹായിൽ നിന്ന് പരിശുദ്ധ ശ്ലൈഹിക സിംഹാസനത്താൽ മലങ്കരയിലേക്ക് അയക്കപ്പെട്ട 72 യഹൂദ ക്രിസ്തീയ കുടുംബങ്ങളാണ് മലങ്കര സഭയുടെ തായ്തടി. അതായത് ആ തായ്തടിയോട്
ചേർത്തൊട്ടിക്കപ്പെട്ട 69 നാട്ടു ക്രിസ്തീയ കുടുംബങ്ങളും ചേരുന്നതാണ് മലങ്കരയിലെ യാക്കോബായ സഭ. ദൈവത്താൽ സ്ഥാപിതമായ മലങ്കര സഭ എന്ന വടവൃക്ഷത്തിൻ്റെ 2 ശാഖകളാണ് ക്നാനായ യാക്കോബായ സഭയും നമ്മുടെ സേവേറിയോസ് മെത്രാച്ചനും EM ഫിലിപ്പായി വിലസ്വാൻ വെമ്പൽ കൊള്ളുന്ന സെക്രട്ടറിക്കും കൂട്ടർക്കും ഈ 2 വിഭാഗക്കാരെയും ഇഷ്ടമല്ല. പിന്നെയോ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്താൽ മുടക്കപ്പെട്ടവനും അന്ത്യോക്യ സിംഹാസനത്തെ തള്ളിപ്പറയുന്നവനുമായ ലാടൻ മത്തായിയെയും കൂട്ടരെയുമാണ് ഇവർക്ക് ഇഷ്ടം. സ്വന്തം സമൂഹത്തോട് വഞ്ചന കാട്ടിക്കൊണ്ടിരിക്കുന്ന ഇവരെയാണോ ദൈവജനമേ നാം പൂജിക്കേണ്ടത്? പ്രിയ ദൈവജനമേ, ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. ഈ സാത്താന്യ ശക്തിയുടെ കെണിയിൽ അമർന്നു പോകാതെ കാക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപകടം തിരിച്ചറിയാത്ത ജനഹൃദയങ്ങളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ച് സത്യം ബോധ്യപ്പെടുവാൻ സംഗതി വരട്ടെ. ഗീവർഗീസ് മാർ സേവേറിയസ് തിരുമേനി, മാർ ക്ലീമിസ് തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാഥ ഞങ്ങളെല്ലാവരോടുകൂടെയും ഞങ്ങളുടെ എല്ലാവിധമായ പ്രവർത്തനങ്ങളോടുകൂടെയും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ എന്ന് പയ്യനാട്ട് മാത്യൂസ് കശീശ.